ഈ വരുന്ന +1 ക്രിസ്മസ് എക്സാമിന് മാത്സിലെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് അറിയുമോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇത്തരം ഇൻഫർമേഷൻസിനും സ്റ്റഡി നോട്ടുകൾക്കും വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റേജ് അറിഞ്ഞുകൊണ്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾ ആ ചാപ്റ്റർ ആദ്യം പഠിച്ചു തീർക്കണം. ഈ കാണുന്നതാണ് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ +1 മാത്സിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ചായിരിക്കും ഇത്തവണ ക്വസ്റ്റ്യൻ ഉണ്ടാകുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 95% നമുക്ക് അങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് കഴിഞ്ഞ വർഷം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഒഫീഷ്യലി നമ്മുടെ സിലബസിൽ 12ാമത്തെ ചാപ്റ്ററിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ട്രിഗണോമെട്രിക് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻസിൽ നിന്നും അതേപോലെ പെർമ്യൂട്ടേഷൻസിൽ നിന്നും 9 മാർക്കിനും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിയിൽ നിന്ന് 13 മാർക്കിനും. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. ഇതേപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്തു.